എന്നെ എഴുത്തുകാരനാക്കിയത് ഈ ഗ്രാമമാണ്. ഇവിടുത്തെ അനുഭവങ്ങളാണ്, ഇവിടുത്തെ കയറ് തൊഴിലാളികളാണ്, ഇവിടുത്തെ വള്ളത്തൊഴിലാളികളാണ്, ഇവിടുത്തെ പായത്തൊഴിലാളികളാണ്, ഇവിടുത്തെ ഓലമടച്ചിലുകാരാണ്. എൻ്റെ കുടുംബവും അങ്ങനെയുള്ളൊരു കുടുംബമായിരുന്നു. മടൽ തൊഴിലാളികളായിരുന്നു. എൻ്റെ അമ്മയും ചേച്ചിയും മടൽ ചെല്ലുമായിരുന്നു, കയറ് തൊഴിലാളികൾ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്കൊരു 10ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്കൊരു ജോലി വേണം എന്നുള്ള ഒരു വലിയൊരു ആശയം, വലിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കുടിയേറുകയാണ്. പക്ഷെ അതിനുള്ള വകുപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു ആദ്യം. പഠിപ്പും ഹോട്ടൽ തൊഴിലാളിയും കൂടി ഒന്നിച്ചാണ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു, മദ്രാസിൽ ചെന്നാൽ ജോലി കിട്ടും, അതിന് എം ജി രാമൻ തന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അന്നത്തെ ഫിലിം സ്റ്റാർ പുരുഷി നരകർ എം ജി രാമൻ തന്നെ കാണണമെന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് മദ്രാസിലേക്ക് പോകാനും എം ജി രാമൻ്റെ വീട്ടിലെത്താനൊക്കെ ഉള്ള വഴി ചോദിച്ചു. അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറുകയാണ്. വണ്ടി കയറി മുഴുവൻ കാശില്ല മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മേടിക്കാൻ. അങ്ങനെ അവിടെ ചെന്ന് മദ്രാസിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നിറങ്ങിയപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പോലീസ് എന്നെ പിടിക്കുകയാണ്. പോലീസ് എന്നെ പിടിച്ച് ഒരു ദിവസം ജയിലിലിട്ടു. ജയിലിലിട്ടപ്പോൾ അന്ന് അവിടെ രാത്രി സെൻട്രി ആയിരുന്ന ഒരു മലയാളി പോലീസുകാരനാണ്. അയാൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ടിക്കറ്റില്ലാതെ വന്നത്? ഞാൻ പറഞ്ഞു, ജോലി തേടി വന്നതാണ് സാറേ, ഞാൻ എം ജി രാമയെ തന്നെ കാണാൻ വന്നതാണ്, ജോലി എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു, നീ എന്ത് മണ്ടനാണ്, എം ജി രാമൻ തന്നെ കണ്ടാൽ ഇവിടെ ആർക്കാ ജോലി കിട്ടി? എം ജി രാമേന്ദ്രൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വില തുറന്നു വെച്ചിട്ടുണ്ടോ? അതൊക്കെ ആരോ പറഞ്ഞതാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞത്. ആ നല്ലവനായ പോലീസുകാരൻ എന്നെ അവിടെ നിന്ന് ഫ്രീ ചെയ്തു. പിന്നെ ഞാൻ അവിടെ ഒരു വാട്ടർ ടാങ്കിൻ്റെ താഴെ ചെന്ന് കിടക്കുമ്പോൾ ഹോട്ടൽ തൊഴിലാളികൾ അവിടെ വന്ന് കിടക്കും. അങ്ങനെ അതിൽ പരിചയപ്പെട്ട ഒരാൾ എൻ്റെ നാട്ടുകാരനാണ്. അയാൾ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ സ്റ്റോർമാനാണ്, തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ. അങ്ങനെ ഞാനും ഒരു ഹോട്ടൽ തൊഴിലാളിയാകുകയാണ്. അവിടെ ആദ്യം എനിക്ക് കിട്ടിയ ജോലി വെള്ളം കോരാനാണ്. വെള്ളം കോരി കുഴായി എന്ന് പറയും, കുഴായി, അതായത് കുഴയിൽ പോയിരുന്ന്, അതായത് ടാപ്പിൻ്റെ അടുത്ത് പോയി നമുക്ക് കാത്തു നിന്ന് വെള്ളം പിടിച്ച് ടാങ്കിൽ നിറയ്ക്കണം. ആ ജോലിയായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ സപ്ലയറാക്കി. അപ്പോൾ അവിടെ ഞായറാഴ്ചക്ക് ഒഴിവാണ് ഹോട്ടലിലെ. അപ്പോൾ ഞാൻ നഗരം കാണാനിറങ്ങുമ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായത്, നഗരം കാണാനിറങ്ങിയപ്പോൾ തേനാമ്പേട്ടയിലെത്തിയപ്പോൾ അവിടെ റിക്രൂട്ടിംഗ് ഓഫീസ് മിലിറ്ററി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, മിലിറ്ററിയിൽ ചേരാം. അങ്ങനെ റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. പല ആൾക്കാരും അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ റിക്രൂട്ടിംഗ് ഓഫീസർ ഒരു തെലുങ്കനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ടിക്കറ്റ് ഓൻ കയ്യിലെ സർട്ടിഫിക്കറ്റ് കിടയാതെ തമ്പി, സർട്ടിഫിക്കറ്റ് പോയി എടുത്തു വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത ഞായറാഴ്ച പോവുകയാണ്. വീണ്ടും പോയപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് കയ്യിൽ, പക്ഷെ തൂക്കമില്ല, 2 കിലോ തൂക്കം കുറവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നടാ തമ്പി തൂക്കം കിടയാതെ പട്ടാളത്തിൽ ചേര മുടിയാതെ, പോയിട്ട് സാപ്പിട്ട് കൊഞ്ചം കൂടി വെയിറ്റ് പണി വാങ്ങോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും 1-2 മാസത്തിന് ശേഷം ഹോട്ടലിൽ വന്ന് 1 ഇഡ്ഡലി 2 ഇഡ്ഡലിയൊക്കെ കൂടുതൽ കഴിച്ചു, അല്പം കൂടി തൂക്കം വെച്ചു. അങ്ങനെ ഞാൻ വീണ്ടും പോവുകയാണ് റിക്രൂട്ടിംഗ് ഓഫീസിലേക്ക്. അവിടെ ചെന്നപ്പോൾ 1/2 കിലോ കുറവാണ്. 54 കിലോ വേണം ഒരു പട്ടാളക്കാരന് തൂക്കം. 5 അടി 4 ഇഞ്ച് പൊക്കം കറക്റ്റാണ്. പക്ഷെ തൂക്കം വളരെ കുറഞ്ഞു പോയി. 1/2 കിലോ തൂക്കമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തൊഴുതു നിന്നു, വളരെ ഒരു യാചിക്കുന്നത് പോലെ, എന്നെ എടുക്കണം സാർ എന്ന് പറഞ്ഞു. ആ നല്ല മനുഷ്യന് എന്നോട് ദയവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഓക്കെ നീ അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഒരു പട്ടാളക്കാരനായി. അങ്ങനെയാണ് എൻ്റെ പട്ടാള ബാരക്കിലേക്കുള്ള പ്രവേശനം. അതിനു പിന്നെ ഹോട്ടൽ തൊഴിലാളി എന്ന് പറയുമ്പോൾ വെറും ഒരു ഹോട്ടൽ തൊഴിലാളിയായിട്ടല്ല, കേരളത്തിലെ മഹാരഥന്മാർ, ഇന്ത്യയിലെ തന്നെ മഹാരഥന്മാരുമായിട്ട് പരിചയപ്പെടാൻ, അവർക്ക് ചായ കൊടുക്കുമ്പോൾ അവരെ കാണാനും അടുത്ത് നിൽക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ മഹാനായ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജ്യോതിബാസു കൊടുങ്ങല്ലൂരിൽ വരികയാണ്. കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ ടി.വിയിൽ അദ്ദേഹം താമസിച്ചു. അദ്ദേഹത്തിനും കൂട്ടുകാർക്കും ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുപോയത്. അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. 58 മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് കൊടുങ്ങല്ലൂർ സത്രത്തിൽ വരികയാണ് ആൾക്കാരെ കാണാൻ.
അങ്ങനെ പാർട്ടി സഖാക്കൾ മുഴുവൻ കൂടി നിൽക്കുമ്പോൾ പട്ടാരിയ കോളനിയിലെ കാരണവർ വന്ന് EMSൻ്റെ കാൽക്കൽ വീഴുന്നു. പട്ടാരിയ കോളനി വേണം, അതായത് ചാലിയന്മാർക്ക്, പത്മശാലിയർക്ക് ഒരു കോളനി വേണം. അങ്ങനെ EMS അദ്ദേഹത്തിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സഖാക്കളോട് പറഞ്ഞു കാര്യങ്ങൾ വേണ്ടത്ര തിരക്കി എന്നെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ പട്ടാരിയ കോളനി വരുന്നത്. പിന്നെ ഹോട്ടലിൽ വരുന്നവരെ പറ്റി അറിയാമല്ലോ, KPAC സുലോചന, KS ജോർജ്, അങ്ങനെ ഒരുപാട് പേർ. 64 തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി CH കണാരൻ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. ബഹദൂറിന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയ സിനിമാടൻ ബഹദൂർ. K വേണു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, നക്സലൈറ്റായ K വേണു. ഞാൻ 8ൽ പഠിക്കുമ്പോൾ വേണു എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ NCCയിൽ ഞാനില്ല, വേണുണ്ട്, കൂട്ടുകാരുണ്ട്. ഹോട്ടലിൽ നിന്നും NCCക്കാർക്ക് ചായയും പഴവും പരിപ്പടിയൊക്കെ ചുമന്നു കൊണ്ടുപോകുന്നത് ഞാനാണ്. ശൃംഗവരത്തെ ബോയ്സ് ഹൈസ്കൂളിൽ ഏതാണ്ട് 1.25 കിലോമീറ്റർ ദൂരം വരുന്ന ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഞാൻ ചായപാത്രവും ഇത് ഈ പലഹാരങ്ങളൊക്കെ വെച്ച വലിയ പെട്ടി ചുമന്നുകൊണ്ട് വേണുവിന് കൊടുക്കും. വേണുവിനും കൂട്ടുകാർക്കും വിതരണം ചെയ്യും. അപ്പോൾ വേണു എന്നോട് ഒരു ദിവസം ചോദിച്ചു, നീ പഠിക്കുന്നുണ്ടോ ചങ്ങാതി, നീ എന്താ NCCയിൽ ചേരാഞ്ഞ്? ഞാൻ പറഞ്ഞു, എനിക്ക് NCC ചേരാൻ സാധ്യമല്ല എൻ്റെ ചങ്ങാതി, കാരണം ഹോട്ടൽ ജോലിയാണല്ലോ. അദ്ദേഹത്തിന് വളരെ സിമ്പതി ആയിട്ട് ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി കൊടുങ്ങല്ലൂരിൽ കാണിച്ചപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഹാളിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിനെ കണ്ടു. ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. വളരെ വളരെ സ്നേഹത്തോടെ അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ പട്ടാള ജീവിതത്തിലേക്കുള്ള പോക്കൊക്കെ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, പട്ടാള ജീവിതം എന്ന് പറയുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞു. നാസിക്കിലായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞ് കിട്ടിയത് ഝാൻസിയിലാണ്. പിന്നെ ഡൽഹിയിൽ, ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഹൈദരാബാദ്. പഞ്ചാബിൽ 13.5 കൊല്ലം. പഞ്ചാബിൽ 13.5 കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫ്. 2 യുദ്ധങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. 1965 ഇൻഡോ പാക് യുദ്ധം, 71 ബംഗ്ലാദേശിന് വേണ്ടിയുള്ള യുദ്ധം. ഈ 2 യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ അവസരം കിട്ടി എനിക്ക്. 71 ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ഇന്ദിരാഗാന്ധിയുമായി ഒന്നിച്ച് ചായ കുടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. പട്ടാളക്കാർക്ക് ഞങ്ങൾ 7000-ഓളം പട്ടാളക്കാർ 71 യുദ്ധകാലത്ത് ജലന്ധറിലെ പരേഡ് ഗ്രൗണ്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി വരുന്നതും കാത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ത്രിയോടുകൂടി ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവർക്കും അവർ കൈ തന്നു. ഞങ്ങളുടെ മുന്നിൽ മഗ്ഗിൽ ചായ തണുത്തിരിക്കുകയാണ്. അവർക്ക് ഹെലികോപ്റ്ററിൽ അവർക്ക് പ്രത്യേകം ചായ കൊണ്ടുവന്നിരുന്നു, ഫ്ലാസ്കിൽ. അപ്പോൾ പട്ടാളക്കാർ അവരുടെ കൂടെ വന്ന ഓഫീസർമാരെ ഇന്ദിരാഗാന്ധിക്ക് ചായ വിളമ്പി. ഇന്ദിരാഗാന്ധി ചായ മൊത്തുമ്പോൾ ഞങ്ങളും ഒന്നിച്ച് അതേ സമയത്ത് മഗ്ഗെടുത്ത് ചായ മൊത്തി. അങ്ങനെ അവരോടൊപ്പം ചായ കുടിക്കാനും അവരുടെ പ്രസംഗത്തിൽ എന്തായിരുന്നു പ്രധാനം? ബംഗ്ലാദേശ് ഉണ്ടാകണം, ബംഗ്ലാദേശിനെ നമുക്ക് സ്വാതന്ത്ര്യമാക്കണം, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് വേർപെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണം, നമുക്ക് അവർ സുഖമായിട്ട് ജനാധിപത്യ രീതിയിൽ ജീവിക്കട്ടെ എന്നാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? ബംഗ്ലാദേശിൽ നമ്മളുടെ എതിർപ്പാണ്. 10,000-കണക്കിന് പട്ടാളക്കാരാണ് ജീവത്യാഗം ചെയ്തത് ബംഗ്ലാദേശിന് വേണ്ടി. ബംഗ്ലാദേശിൽ എന്ന് പറഞ്ഞൊരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, 4 അവർ പ്രത്യേക സ്റ്റാമ്പ് ബംഗ്ലാദേശിന് വേണ്ടി ഒരു സ്റ്റാമ്പ് തന്നെ ഇറക്കി ഇന്ദിരാഗാന്ധി. എല്ലാ ഇൻലാൻഡിലും ആ 4 സ്റ്റാമ്പ് ഒട്ടിക്കണമായിരുന്നു. അത്രയും ത്യാഗം ചെയ്തവരാണ് നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടി. നമ്മളെ ഒരു എന്തെങ്കിലും കിട്ടാനായിട്ടല്ല അവിടെ പട്ടാളക്കാർ മരിച്ചു വീണത്. ബംഗ്ലാദേശിന് വേണ്ടി ജനാധിപത്യപരമായ സംവിധാനങ്ങളുള്ള ഒരു വലിയ രാഷ്ട്രം ഏഷ്യയിൽ ഉണ്ടാകട്ടെ എന്നുള്ളതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ